അല്ല, ഞങ്ങൾ പിന്നെ അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ ബ്ലോക്ക് എന്നുള്ള നിലയിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ട്. അത് പരസ്പരം സഹകരിച്ചുകൊണ്ട് ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS നിയന്ത്രിക്കുന്ന BJP ഇന്ത്യൻ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൻ്റെ കോശങ്ങളിൽ വർഗീയതയുടെ വിഷം ചുരത്തുന്ന പ്രവർത്തനം, RSS BJP സംഘപരിവാർ പ്രവർത്തനം, അതിനെതിരായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ടവർക്ക് ചില സംസ്ഥാനങ്ങളിൽ പരസ്പരം രാഷ്ട്രീയമായിട്ട് ചില സമരങ്ങൾ ചെയ്യേണ്ടി വരും, ഇന്ത്യയുടെ വൈവിധ്യം പരിഗണിച്ച്. എന്നാൽ സാധ്യമായിടത്തോളം സഹകരിച്ച് മുന്നോട്ട് പോകണം ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ടവർ എന്നുള്ളതാണ് പൊതുസങ്കല്പം. എവിടെങ്കിലും പരസ്പരം രാഷ്ട്രീയമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ ഏറ്റുമുട്ടലൊന്നും BJPക്ക് നേട്ടമുണ്ടാക്കാൻ ഇടവരുത്തിക്കൂടാ. അതാണ് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഒരു പൊതുധാരണ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ രണ്ട് സമുന്നതരായ നേതാക്കന്മാർ, ആദരണീയനായ ഖാർഗെജിയും അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിജിയും ഇവിടെ വന്നിട്ട് CPIM-ഉം BJP-യും തമ്മിൽ അന്തർധാരയുണ്ട്, പരസ്പര ഡീലുണ്ട് തുടങ്ങിയിട്ടുള്ള വാചകങ്ങൾ. സാധാരണഗതിയിൽ കോൺഗ്രസ് ഇവിടുത്തെ പ്രചരണത്തിൻ്റെ ചുമതല ഒരു സ്വകാര്യ ഏജൻസിക്ക് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്, കരാർ പണി കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം പ്രശാന്ത് കിഷോറിൻ്റെ കൂടെ നരേന്ദ്രമോദിയെ രാഷ്ട്രീയമായിട്ട് അണിയിച്ചൊരുക്കി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ വേണ്ടി 2014 നടത്തിയ ശ്രമത്തിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രവർത്തിച്ചയാളാണ്. പ്രശാന്ത് കിഷോറിൻ്റെ കൂടെ പ്രവർത്തിച്ചയാളാണ് കേരളത്തിൽ ഈ കരാർ പണി ഏറ്റെടുത്തിട്ടുള്ള കനകൂലി. തുറന്നു പറയുന്നതിനകത്ത് കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന പല അബദ്ധങ്ങളും കേരളത്തിലെ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ നേതാക്കന്മാർ പറയാറുണ്ട്. ആ അബദ്ധങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ ഖാർഗെയും പറയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ CPM-ഉം BJP-യും തമ്മിൽ ഇങ്ങനെ ഡീലുണ്ട് എന്നുള്ളത് അത് പൂർണ്ണമായും അസത്യമാണ്. പച്ചക്കള്ളമെന്ന് പറയുന്നതിനേക്കാളും നല്ലത് അസത്യം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത്തരം പ്രചരണങ്ങൾ നടത്തിക്കൂടാ. അതിനെക്കുറിച്ച് CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ ഒരു പ്രസ്താവന ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അത് ഒന്നുകിലിപ്പം അതിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് അതിൻ്റെ ടെക്സ്റ്റ് നോക്കി, അത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം, ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് ത്രിപുരയിൽ നിലനിന്നിരുന്നത്. ആ ത്രിപുരയിലെ ഇടതുപക്ഷ ഭരണം അട്ടിമറിച്ചത് ത്രിപുരയിലെ കോൺഗ്രസ് ഒന്നടങ്കം BJP-ആയി മാറിയതിലൂടെയാണ്. അതിൻ്റെ ചരിത്രം ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല. നിങ്ങൾ തന്നെ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അറിയാം. ത്രിപുര നിയമസഭയിൽ BJP-ക്ക് ഒറ്റ അംഗം പോലും ഉണ്ടായിരുന്നില്ല. 60 അംഗ നിയമസഭയിൽ 6 കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. ആ 6 കോൺഗ്രസ്സുകാരും തൃണമൂൽ കോൺഗ്രസിലൂടെ BJP-ആയി മാറി. 40% വോട്ടുണ്ടായിരുന്നു കോൺഗ്രസിന് ത്രിപുരയിൽ. എന്നാൽ BJP ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശതമാനം 2-ൽ താഴെയായിട്ട് ചുരുങ്ങി. അത് മുഴുവൻ BJP-ആയിട്ട് മാറുകയാണ്. ഇങ്ങനെ കൂടുതൽ ഉദാഹരണം ഞാൻ പറയുന്നില്ല. അരുണാചൽ പ്രദേശിൻ്റെ ഉദാഹരണമുണ്ട്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനും കൊല്ലം കോർപ്പറേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. കൊല്ലം കോർപ്പറേഷൻ CPM-ൽ നിന്ന് പിടിച്ചെടുക്കാൻ UDF-നെ ഞങ്ങൾ അവിടെ സഹായിക്കാം, തിരുവനന്തപുരത്ത് BJP-യെ ജയിക്കാൻ UDF സഹായിക്കാം. ഇതിൻ്റെ ഫലം എന്താ? ഭരണത്തിൽ കൊല്ലത്ത് UDF വരുമ്പോൾ BJP-ക്ക് കൊല്ലത്തുള്ള കോർപ്പറേഷനിലെ സീറ്റും വർദ്ധിക്കുന്നുണ്ട്, അവർ സഹായിച്ചതിൻ്റെ ഫലമായി. തിരുവനന്തപുരത്ത് BJP ഭരണം വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP പിന്നെ UDF-നുള്ള വോട്ട് കൗൺസിലർമാരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ് ഈ ഡീല്. അപ്പോൾ സമീപകാലത്ത് നടന്ന ത്രിതല പഞ്ചായത്തിലുണ്ടായിരുന്ന ഡീല് അത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടോ എന്ന ആശങ്ക ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം ഒരു ആക്രമണം ഈ 2 അഖിലേന്ത്യാ നേതാക്കന്മാർ വന്ന് കേരളത്തിൽ നടക്കുന്നത്. പിന്നെ ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ട ഒരു പാർട്ടിയാണ് CPM. അതിൻ്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതാക്കന്മാരുള്ള ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് പറയുന്നത്. അതിനെന്താണ് രാഷ്ട്രീയ അപക്വത എന്നാണോ പറയേണ്ടത്, മറ്റെന്താണോ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ടുള്ള ദേശീയ നേതാക്കൾ സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ ഈ ആ
ആ ബ്ലോക്കിൽ തന്നെയുള്ള സഖ്യകക്ഷികളെ ഈ BJP ബന്ധം വെച്ച് ആക്രമിക്കുകയോ ആരോപണം ഉന്നയിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്യരുതെന്നുള്ളതാണ്. അല്ല, ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട വല്ല വസ്തുതകളും ഉണ്ടെങ്കിൽ പറയാം, സംശയങ്ങൾ പറയാം. ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ തലയെടുത്തുകൊണ്ട് വന്നാൽ 1 കോടി രൂപ ഇനാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിണറായി വിജയൻ്റെ തലയെടുത്തുകൊണ്ട് വന്നാൽ 1 കോടി രൂപ ഇനാം തരാമാണെന്ന് സംഘപരിവാറിൻ്റെ ആൾ ഉത്തരേന്ത്യയിൽ പ്രഖ്യാപിച്ചെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പം അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട ആള് ഇപ്പോൾ നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് പത്തനംതിട്ട ജില്ലയിൽ പന്തളം മുനിസിപ്പാലിറ്റി BJPയുടെ കയ്യിലായിരുന്നു. അവിടെ BJPയെ തോൽപ്പിച്ചിട്ട് ആ പന്തളം മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തിട്ടുള്ള ആരാ? CPIM ആണ്, LDF ആണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ളതല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിക്കുന്നതിനേക്കാൾ മുമ്പ് BJP ജയിക്കും എന്ന് അവർ കണക്കുകൂട്ടി ലഡുവും പടക്കവും വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു കോർപ്പറേഷനുണ്ട്. നിങ്ങൾക്കറിയോ? കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി. അത് CPIM ആണ് ജയിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതൽ കണക്കെല്ലാം പറയുന്നില്ല. എന്തായാലും ഇതൊക്കെയാണെങ്കിലും ഇന്ത്യ ബ്ലോക്ക് ശക്തമായി മുന്നോട്ട് പോകണം. BJPക്കും വർഗീയ ഫാസിസ്റ്റ് അജണ്ടയ്ക്കും എതിരായിട്ടുള്ള പോരാട്ടം തുടരണം. നരേന്ദ്രമോദി ഇന്ത്യയിൽ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഡൽഹി യൂണിയൻ ടെറിട്ടറി ജയിച്ചുകൊണ്ടിരുന്ന ആം ആദ്മി പാർട്ടിയാണ്. ഇപ്പോൾ അവിടെ BJP ആണ് ഭരണം. എന്തുകൊണ്ടാണ് ഉണ്ടായത്? അതിൽ കോൺഗ്രസിൻ്റെ പങ്കെന്താണ്? ഇതെല്ലാം നിങ്ങൾ തന്നെ ആലോചിക്കുക. താങ്ക് യു.